ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. നമ്മൾ എന്ത് ചെയ്യണ സമയത്തും ആ ചെയ്യണ പ്രവൃത്തി ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ കൊണ്ട് നമ്മൾ അറിയാത്ത രീതിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ നീങ്ങിപ്പോവും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അകത്തേക്ക് എടുക്കണ ഭക്ഷണം, നമ്മൾ കഴിക്കണ ഭക്ഷണം അല്ലെങ്കിൽ സേവിക്കണ എന്ത് തരത്തിലായിട്ടുള്ള വസ്തുവായാലും ശരി, ജലമാവാം, ഭക്ഷണമാവാം, എന്തായാലും, ഇനി ശ്വാസവായു വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം. അങ്ങനെയുള്ള ആ വസ്തുക്കൾ നമ്മൾ ഉള്ളിലേക്ക് സേവിക്കുന്നതിന് മുൻപ് ആ ഭഗവാനെ സമർപ്പിച്ചിട്ട് ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് മനസ്സിൽ ധരിച്ചും കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ടുള്ള കേടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ബാധിക്കാതെ പോകണം. ഇപ്പോൾ നമ്മൾക്ക് അറിയാം, ഭക്ത മീരയുടെയൊക്കെ കഥ നമുക്ക് വളരെ പ്രസിദ്ധമായിട്ട് അറിയുന്നതാണ്. വിഷം കലർന്ന ഭക്ഷണം കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ എന്തും ഭഗവാനെ നിവേദിച്ചിട്ടേ കഴിച്ചിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ഭക്തമീരയെ വധിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിലെ ചിലർ ശ്രമിച്ചു. അങ്ങനെ വിഷം കലർന്ന ഭക്ഷണം മീര അറിയാതെ കൊടുത്തു എന്നാണ്. മീര എന്തും ഭഗവാനെ സമർപ്പിച്ചിട്ടേ സേവിക്കാറുള്ളൂ. എന്തും ഭഗവാനെ നേദിച്ചിട്ട് പ്രസാദമായിട്ടുള്ളത് മാത്രമേ സേവിക്കാറുള്ളൂ. അങ്ങനെയുള്ള ആ മീര ഈ ഭക്ഷണം ഇതിൽ വിഷമുണ്ടെന്ന് അറിയാണ്ട് ഭഗവാനെ നേദിച്ചു എന്നാണ്. ഭഗവാന് നേദിച്ച സമയത്ത് പിന്നീട് പ്രസാദമായിട്ട് കഴിച്ച ആ ഭക്ഷണത്തിൽ യാതൊരുവിധ കേടും ആ മീരയ്ക്ക് ഉണ്ടായില്ല. പണ്ട് പൂതനയുടെ മാറിടത്തിലെ ആ വിഷം സേവിച്ച ഉണ്ണിക്കണ്ണൻ ഇവിടെ ആ മീരയുടെ ഭക്ഷണത്തിലുണ്ടായിരുന്ന വിഷവും ആ നേദിച്ച സമയത്ത് സേവിച്ചു എന്നാണ് പറയണത്. അങ്ങനെ മീരയ്ക്ക് അപകടമൊന്നും ഉണ്ടായില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളായാലും ശരി, എന്ത് സാധനം സേവിക്കുകയാണെങ്കിലും ഇന്ന് നമുക്കറിയാം പലതരം നമ്മൾക്ക് വിഷബാധയെക്കുറിച്ചും അതേപോലെ പച്ചക്കറികളിലായാലും മറ്റുള്ള ഭക്ഷണ വസ്തുക്കളിലായാലും നമ്മൾക്ക് നമ്മളുടെ കഴിവിന് സാധിക്കാത്ത രീതിയിൽ പലതരം ദൂഷ്യവശങ്ങളുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഭഗവാനെ സമർപ്പിച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇനി പറയുകയാണെങ്കിൽ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ മാത്രമേ നേദിക്കാൻ പാടുള്ളൂ പൂജാവിധിയിലൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഈ ഭക്ഷണം ഭഗവാനെ സമർപ്പിക്കാൻ പാടുമോ എന്നാണെങ്കിൽ ഭഗവാന്റെ ഗീതയിലെ ആ വചനം മാത്രം ഓർത്താൽ മതി. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. എനിക്ക് ഭക്തിയോടുകൂടി എന്ത് തന്നാലും ഞാനത് സ്വീകരിച്ചോളാം എന്നാണ്. അപ്പോൾ അങ്ങനെ അത് മനസ്സിൽ ഓർത്തും കൊണ്ട് നമ്മൾ എന്ത് സേവിക്കുന്നതിന് മുമ്പും ആ ഭഗവാനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് ഒന്ന് ഭഗവാനിൽ അത് സമർപ്പിച്ചിട്ട് നമ്മൾ കഴിക്കാൻ നോക്കുക. അങ്ങനെ ആ ഭഗവാനെ കഴിക്കുന്നതിന് മുൻപ് ഇനി ആ മനസ്സിലേക്ക് ആ ഉണ്ണിക്കണ്ണൻ്റെ ആ സ്വരൂപം നന്നായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്ന ഒരു കീർത്തനം ഉണ്ട്, ഒരു അമൃതയത്ത്. അധികം പ്രസിദ്ധി ആർജിച്ച ഒരു കീർത്തനമല്ല, എന്നാലും സപ്താഹവേദികളിലും മറ്റുള്ള സജ്ജന സംസർഗം ഉണ്ടാവുന്ന വേദികളിലൊക്കെ കേട്ടിട്ടുള്ള കീർത്തനമാണ്. വളരെ ഭംഗിയുള്ള ഒരു കീർത്തനമാണ്. അപ്പോൾ ആ കീർത്തനം ഇന്ന് ഇവിടെ പാടി സമർപ്പിക്കുകയാണ്. ഈ കീർത്തനം പഠിക്കാൻ സാധിക്കുകയാണ്, മനസ്സിലാക്കാൻ സാധിക്കുകയാണ്, പാടാൻ സാധിക്കുകയാണെങ്കിൽ ആ ഭഗവാനെ കണ്ടുകൊണ്ട് നമുക്ക് ആ ഭക്ഷണം ആദ്യം ഭഗവാനെ സമർപ്പിച്ചും കൊണ്ട് നമുക്ക് സേവിക്കാം. അപ്പോൾ ഈ അമൃതയത്ത് ആ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കണം. എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കൂ. കുഞ്ഞിച്ചീലംബിട്ടു പിച്ച വച്ചു കുഞ്ഞിക്കണ്ണൻ വന്നു മാമുണ്ണണേ, കുഞ്ഞിക്കിണ്ണം തന്നിൽ വെണ്ണ കൂട്ടി കുഞ്ഞിയുരുളയുരുട്ടിത്തരാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കുണ്ടലം ഗണ്ഡത്തിൽ മിന്നിടുവാൻ കണ്ഠമണികൾക്കു മാറ്റുകൂട്ടാൻ ഉണ്ണിക്കു പല്ലു മുളച്ചിടുവാൻ കണ്ണാ കനിഞ്ഞൊന്നു മാമുണ്ണണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ
കൃഷ്ണ ഹരേ. കൊമ്പിക്കു കുത്തു കുറഞ്ഞിടുവാൻ, അമ്പലം വച്ചപ്പം വാർത്തിടുവാൻ, അമ്പിളി അമ്മാമൻ വന്നിടുവാൻ, ഇമ്പം കലർന്നപ്പു മാമുണ്ണണി. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. 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 കണ്ണാ നിന്നാട്ടപ്പിറന്നാളല്ലേ, കണ്ണെഴുതിച്ചു ഞാൻ മാമം നൽകാം. കണ്ണട ധാരാളം കയ്യിലേകാം, തിന്നം കലർന്നപ്പു മാമുണ്ണണി. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. 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 ഭക്തിയോടെൻ്റെ അടുക്കളയിൽ ശക്തി പോലെല്ലാം വിളമ്പി വച്ചു. ഭക്തപ്രിയനെ വിളിച്ചു ഞാനും, ഭുക്തിക്കു പ്രാർത്ഥിച്ചു താഴ്മയായി. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. 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 ചിഞ്ചീലം നാദം ഞാൻ കേട്ടിടുന്നു, ഹന്ത എൻ കണ്ണനണഞ്ഞിടുന്നു. കുഞ്ചിക്കുഴഞ്ഞെന്നെ നോക്കിയിടുന്നു, തഞ്ചത്തിൽ കൈകളെ നീട്ടിയിടുന്നു. പിഞ്ചുവലം കരം തന്നിലേകി, അഞ്ചാതി കുഞ്ഞിയുരുള ഞാനും. നന്ദജനിൻ ഗുരുവായൂരപ്പൻ സന്തോഷത്തോടുണ്ടു വേഗം വേഗം. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. 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 ബ്രഹ്മാണ്ഡമെല്ലാം ഭുജിച്ചതിപ്പോൾ, ബ്രഹ്മശിവാദികൾ തുഷ്ടി പൂണ്ടു. അംഭോജനേത്രനും സമ്പൂർണനായി സന്തോഷത്തോടൊന്നു നൃത്തം വച്ചു. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. 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 ആ പിഞ്ചു കൈത്തലം നീട്ടി എന്നെ ചിൽപ്പുമാൻ മെല്ലെ അനുഗ്രഹിച്ചു. അച്യുത പാദം പീഡിച്ചു ഞാനും, അല്പം തിരുനാമം ഉച്ചരിച്ചു. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി.
കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.